വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി കിടക്കുന്നത്. UDF പ്രവേശന ചർച്ചകൾ സജീവമാക്കി PV അൻവർ MLA. മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരനുമായും PV അൻവർ ചർച്ച നടത്തി. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും എന്നാൽ മുന്നണിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നും PV അൻവർ 24-നോട് പറഞ്ഞു. ഇപ്പോൾ PV അബ്ദുൽ വഹാബുമായും VT മുഹമ്മദ് ബഷീറുമായൊക്കെ ഞങ്ങൾ കണ്ടതും സംസാരിച്ചതും തീർത്തും സൗഹൃദപരമായ കാര്യങ്ങളാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ട്, അത് ചർച്ചയൊന്നുമില്ല. ഡയറക്റ്റായിട്ട് UDFിലെ ഘടകകക്ഷികളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേരാൻ കഴിയാത്ത എന്നാൽ ആൻറ്റി പിണറായി മൈൻഡുള്ള ഒരുപാട് ആളുകളും ഒരുപാട് പ്രവർത്തകരും നാട്ടിലുണ്ട്. ഇവർക്കെല്ലാം കൂടെ കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുന്നതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ഞങ്ങൾക്കൊരു ഗോഡ് ഫാദർ വേണം. തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികളുമായി ചർച്ച നടത്തിയത് DMK ശക്തിപ്പെടുത്താനെന്ന് PV അൻവർ പറയുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി നടത്തിയ ചർച്ചകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ദുർബലമാക്കിയെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. ഒരു സ്ട്രോങ് സെക്യുലർ ലീഡറാണ് സ്റ്റാലിൻ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ആ ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാൻ തുടങ്ങി ഇതിന് പല തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോൾ തൃണമൂലടക്കം ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത് ശ്രീ പിണറായി വിജയനാണ്. വിനീത VG ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനീത, ഇന്നലെ ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച K സുധാകരനെയും കണ്ടുവെന്ന് PV അൻവർ പറയുന്നു. എന്താണ് PV അൻവറിൻ്റെ നീക്കവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്? പക്ഷേ ഇന്ന് VD സതീശനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ VD സതീശൻ അങ്ങനെ ഒരു ചർച്ചയില്ല, ഞാനാണ് UDFിൻ്റെ ചെയർമാൻ എന്ന കാര്യം VD സതീശനും പറയുന്നു. PV അൻവറിൻ്റെ നീക്കവും കോൺഗ്രസിൽ അതുണ്ടാക്കുന്ന ചലനങ്ങളും എങ്ങനെയാണ്? TK ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് ഈ ചർച്ചകൾ PV അൻവർ സജീവമാക്കിയിരിക്കുന്നത്. ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് PV അൻവർ തന്നെ 24-നോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് MPമാരെ PV അൻവർ നേരിട്ട് കണ്ടത്. അബ്ദുൽ വഹാബ്, ET മുഹമ്മദ് ബഷീർ എന്നിവരുമായി അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ K സുധാകരനുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നുവെങ്കിൽ പോലും അതിൽ രാഷ്ട്രീയമുണ്ടെന്നും PV അൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് UDFിലേക്കുള്ള ചർച്ചകൾ അദ്ദേഹം സജീവമായി തന്നെ നടത്തുന്നുണ്ട്. UDF പ്രവേശനം സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ കൂടി തേടുകയാണ് ഡൽഹിയിലെത്തിയതിന് പിന്നാലെ PV അൻവർ. അതിനോടൊപ്പം തന്നെ ദേശീയ പാർട്ടികളുമായും ഒരു സൗഹൃദം സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്കുള്ള സാധ്യതകൾ തന്നെയാണ് PV അൻവർ ഈ ഘട്ടത്തിൽ തേടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം തൃണമൂൽ കോൺഗ്രസുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതിന് പുറമെ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളുമായും സംസാരിച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിലെ രാഷ്ട്രീയ നീക്കം മുൻനിർത്തി നോക്കുമ്പോൾ ഒരുപക്ഷെ UDFിലേക്കുള്ള ഒരു പ്രവേശനം അത് അസാധ്യമാവുകയാണ് എങ്കിൽ, ആ പ്രവേശനം വഴിമുട്ടുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ തൃണമൂൽ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയിലേക്കോ ചേക്കേറിയേക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. മറ്റു പാർട്ടികളിലെ അസ്വസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, അവരുമായും താൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് PV അൻവർ തന്നെ പറയുന്നത്. അത് നമ്മൾ തന്നെ നേരത്തെ അത്തരം കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ ഘട്ടത്തിൽ PV അൻവർ ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഈ ഇടതുമുന്നണിയുമായി വിട്ടതിന് ശേഷം DMKയോട് അടുക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ഇടപെട്ടു എന്നൊരു ആരോപണം കൂടി PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് പിന്നീട് ആ ചർച്ചകൾ നടക്കാതെ പോയതെന്നും അദ്ദേഹം പറയുകയാണ്. പിന്നാലെയാണ് ഈ UDF മുന്നണിയിലേക്ക് നീങ്ങുന്നത് കാര്യങ്ങളും അത്തരത്തിലേക്കുള്ള ചർച്ചകളും ഒക്കെ തന്നെ അദ്ദേഹം സജീവമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗുമായിട്ടാണ് ചർച്ച നടത്തിയത്. എന്താണെങ്കിലും ഈ അൻവറിന്റെ UDF പ്രവേശനത്തിന് മുസ്ലിം ലീഗ് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. TK ശരി, വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, കോൺഗ്രസ് നേതാവ് K സുധാകരനുമായുള്ള കൂടിക്കാഴ്ച, ഇതിനൊക്കെ ഇടയിൽ UDFിലേക്കാണ് PV അൻവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് എളുപ്പമാവില്ല എന്ന സൂചന നൽകിക്കൊണ്ടുള്ള VD സതീശന്റെ പ്രതികരണവും ഇന്ന് നമ്മൾ കണ്ടു.